93 വയസ്സുള്ള എൻ്റെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടു. പ്രാർത്ഥനകൾ ഉമ്മാക്ക് കിട്ടുമെന്നറിയാം. അതുപോലെ ഉമ്മാക്ക് വേണ്ടി ദാനധർമ്മങ്ങളും സദക്കയും കൊടുത്താൽ അത് കിട്ടുമോ? ഇപ്പോൾ റമദാൻ മാസത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിഗണിക്കുമോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായും. അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻകത്തെ അമല് കൂതാണ്, അവൻ്റെ അമലുകൾ മുറിഞ്ഞു പോയി. പിന്നെ അയാൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമില്ല. പിന്നെ അള്ളാഹു റസൂൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിൽ പെട്ട ഒന്നാണെന്ത്? സദക്ക. ഒരു മരണപ്പെട്ടു പോയവർക്ക് നമുക്ക് ഹജ്ജ് ചെയ്യാം, അതേപോലെ തന്നെ സദക്ക കൊടുക്കാം. സദക്ക കൊടുക്കാനല്ല അവർക്ക് പ്രതിഫലം കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ കൊടുക്കുന്ന ദാനം തീർച്ചയായും അവർക്ക് അതിന്റെ പ്രതിഫലം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? നൽകും. അതിന് ബുദ്ധിമുട്ടുണ്ട്. അടുത്തത് എൻ്റെ കല്യാണത്തിന് ഒരു സഹോദരിയാണ്. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഉപ്പ തന്ന സ്വർണത്തിൻ്റെ സക്കാത്ത് എൻ്റെ ഉപ്പ തന്നെയാണ് കൊടുക്കാറ്. എന്നാൽ ഇപ്പോൾ ഉപ്പാൻ്റെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് അറിയാതെ ആ സ്വർണം പണയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് സ്വർണം വിറ്റാലും കുഴപ്പമില്ല, എന്നാൽ പലിശ പാടില്ല എന്നുള്ള ആശയക്കാരനാണ്. പലിശയുടെ ഗൗരവം ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഞങ്ങളല്ലേ സക്കാത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, എന്നാൽ ഞാൻ ഉമ്മായുടെ സ്വർണം പണയം വെക്കാം, എന്നിട്ട് എൻ്റെ സ്വർണം എടുത്തു തരാം, എന്നിട്ട് പകരം ഉമ്മാൻ്റെ തന്നെ വെച്ചോളാം. പക്ഷേ നോമ്പല്ലേ വരുന്നത്, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവർക്ക് പോലും ഒരേ ശിക്ഷയല്ലേ ഉള്ളത്. പലിശയുടെ ശിക്ഷയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടല്ലേ പറഞ്ഞത്. അവരെന്തൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. എൻ്റെ സ്വർണം തിരിച്ചെടുത്താലും പകരം ഉമ്മൻ്റെ സ്വർണം തന്നെയല്ലേ ഉപ്പ പണയം വെക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവരെ എതിർക്കാനും പറ്റില്ല, നോമ്പെടുക്കാൻ തോന്നുന്നില്ല, നോമ്പ് വിടാനും മനസ്സ് വരുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എനിക്കൊരു പരിഹാരം തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സഹോദരി പറഞ്ഞിട്ടുള്ളത്. ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ ഈ ആഭരണം ആരുടേതാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇന്റെ സ്വത്തിന് വേറൊരാൾ സക്കാത്ത് കൊടുക്കണതിൽ അർത്ഥമില്ല. അപ്പോൾ ഇവരെ സ്വത്താണെങ്കിൽ അത് വാപ്പ സക്കാത്ത് കൊടുക്കില്ല, അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ആദ്യം അത് തീരുമാനമാവണം. സാധാരണഗതിയിൽ വിവാഹ സമയത്ത് കൊടുക്കുന്നത് ഇവരുടേതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ വാപ്പ ഇതുവരെ സക്കാത്ത് കൊടുത്തു എന്നുള്ളത് എന്തിന് തെളിവല്ല? ഇതിന്റെ പലിശന്റെ കുറ്റം വാപ്പക്ക് തന്നെയാണ് പോവുക എന്നതിന് തെളിവല്ല. നമ്മളുടെ ഒരു ഓണർഷിപ്പിലുള്ള സാധനമാണല്ലോ, നമ്മുടെ പെർമിഷനോട് കൂടെ അല്ലേ ഇത് വെക്കണം. അപ്പോൾ ഇതിലുള്ളൊരു പരിഹാര മാർഗം എന്താന്ന് വിചാരിച്ചാൽ ഇത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണ്. അപ്പോൾ മാത്രമല്ല ഭർത്താവിന് ഇത് വിൽക്കുന്നത് സമ്മതാണ്. അങ്ങനെ ആകുമ്പോൾ ഇത് വിറ്റിട്ട് അവരെ പ്രശ്നങ്ങൾ തീരുമ്പോൾ തിരിച്ചു വാങ്ങിക്കൊടുക്കുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. കാരണം വാങ്ങിക്കൊടുക്കുമ്പോൾ കൂട്ടേണ്ട പൈസയും പലിശയായി അടക്കുന്ന പൈസയും വേണ്ടി കൂട്ടുമ്പോൾ എന്താണ്, വാങ്ങിക്കൊടുക്കുമ്പോൾ കൂടുന്ന പൈസക്കാരൻ കുറവുണ്ടാവും. അപ്പോൾ പല ആളുകളും ഇത് വിൽക്കാൻ മടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഇത് പണയം വെക്കുമ്പോൾ വരുന്ന പലിശ സത്യത്തിൽ എന്താണ്, ഇത് വിറ്റിട്ട് നമ്മൾ പിന്നെ വില കൂടിയിട്ട് എടുക്കുമല്ലോ, ആ സമയത്ത് കൊടുക്കുന്നതിനേക്കാളും വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇതെന്താണ്, ഒരു മസ്ലഹത്തിൽ എത്തിയിട്ട് ഇത് വിറ്റിട്ട് എന്ത് ചെയ്യുക, തിരിച്ചെടുക്കുക, പ്രയാസം തീർക്കുക, പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, വാങ്ങിത്തരിക എന്നുള്ളതിലേക്ക് പോകലായിരിക്കും നന്നായിരിക്കും. പിന്നെ ഇവര് ടെൻഷൻ അടിച്ച് നോമ്പൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. പരമാവധി ഇതിന്റെ പരിഹാരത്തിന് അവരോട് പറഞ്ഞു നോക്കുക. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അവർക്കാണ് അതിന്റെ കുറ്റം എന്ന് വിചാരിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. പലിശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിലെ സാക്ഷിയാവുന്നതൊക്കെ വലിയ ഗൗരവം, അത് അവർ പറഞ്ഞ പോലെ ഗൗരവമുള്ള കാര്യമാണ്. അത് ഗൗരവമില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ.